നടിയുടെ പരാതിയിൽ സനൽകുമാർ ശശിധരനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. സമൂഹ മാധ്യമത്തിലൂടെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിലാണ് നടപടി. പ്രമുഖ നടിയുടെ പരാതിയിൽ എളമക്കര പോലീസ് കേസെടുത്തിരുന്നു. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, എന്താണ് വിവരങ്ങൾ? വീണ, തുടർച്ചയായി സനൽകുമാർ ശശിധരൻ നടിയെ അപമാനിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇട്ടുവരികയായിരുന്നു. നേരത്തെ 2022 സമാനമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ സനൽകുമാർ ശശിധരനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ജാമ്യത്തിൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകുകയായിരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തന്നെ ആവർത്തിക്കില്ല, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരം അപമാനിക്കുന്ന രീതിയിൽ പോസ്റ്റുകൾ ഇടില്ല എന്ന് മാധ്യമങ്ങളോട് അടക്കം വന്ന് സനൽകുമാർ ശശിധരൻ വ്യക്തമാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടിക്കെതിരെ രൂക്ഷമായ വാക്ചയിൽ ചില അപമാന പരാമർശങ്ങൾ നടത്തി. മാത്രമല്ല, നടിയുടേത് എന്ന പേരിൽ ചില ശബ്ദ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. നടിയുടെ ശബ്ദവുമായി യാതൊരു സാമ്യമില്ലാത്ത ശബ്ദങ്ങളായിരുന്നു ഇത്തരത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നത്. തനിക്ക് താൻ പ്രണയാഭ്യർത്ഥന നടത്തി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിരന്തരമായി തന്നെ നടിയെ മോശമായി സമൂഹ മധ്യത്തിൽ മോശമായി അവഹേളിക്കുന്ന രീതിയിലായിരുന്നു ഈ പരാമർശങ്ങൾ. തുടർന്നാണ് എളമക്കര പോലീസ് വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ അനുസരിച്ചാണ് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. പ്രതി ഇപ്പോൾ അമേരിക്കയിലായതുകൊണ്ട് തന്നെ അത്തരം നടപടികൾ കൂടി പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാൻ ആലോചിക്കുന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, സമൂഹ മാധ്യമത്തിൽ ഇട്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ കൂടി പോലീസ് ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരി ജിജീഷ്.